വാ 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 വാ, അടുത്ത പരിപാടി നോക്കാം, അടുത്ത സ്പോട്ട് നോക്കാം. വാ വാ, നല്ല കാറ്റിട്ടോ. ഈ വെയിലത്ത് വന്നിട്ടേ കുറച്ച് തണുപ്പും നല്ല കാറ്റൊക്കെ കിട്ടിയപ്പോൾ, നല്ല കാഴ്ചകളൊക്കെ കിട്ടിയപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അപ്പുറത്ത് പോലീസ് ചെക്കിങ് ഉണ്ട്. കന്നഡ വേണ്ട, പിന്നെ എന്താ വേണ്ട? കണ്ണ് മതി. എന്തായാലും അടിപൊളി കാഴ്ചകൾ കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ്, നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ്. ഇതുപോലെ ഓരോ ടെമ്പിളുകൾ, ഓരോ ഈ സൈഡിൽ ഓരോ വ്യൂ പോയിന്റുകൾ, ചെറിയ റോഡ്, എന്നാൽ അത്യാവശ്യം വണ്ടികൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന അങ്ങോട്ട് ആ കൺസ്ട്രക്ഷൻ നടക്കണുണ്ടോ? പിടി 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 പിടി, നല്ല നല്ല ഫോഴ്സിലെ വീട് അടിച്ചു കുത്തി പെയ്യൂട്ടോ. അങ്ങനെ നമ്മുടെ യാത്ര തുടരുന്നു. ചാർമാടിക്ക് ഇവിടുന്ന് 15 കിലോമീറ്റർ. ഞാനാണ് വണ്ടി എടുക്കുന്നത്. ഉണ്ണിക്കുട്ടന് വണ്ടി എടുക്കാൻ മാത്രമേ ഇൻട്രസ്റ്റ് ഉള്ളൂ. ബാക്കിലിരുന്ന് കഴിഞ്ഞാൽ അടപ്പൊരുക്കി. ഡിയോന്റെ ബാക്കിലിരുന്നിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അവസ്ഥ. ഡിയോ ഒന്നല്ല, ഏത് വണ്ടിയുടെ ബാക്കിലിരിക്കാൻ അല്ല, സ്കൂട്ടി സീനാ, ബൈക്ക് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഒരു 20 കിലോമീറ്റർ ഗതികേടാണ്. 20 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിച്ചോളം പെർമിഷൻ തന്നിട്ടുണ്ട്. എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയി വണ്ടി ഓടിച്ചിട്ട്. എന്നാ പടി നമ്മൾ വഴിയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ്. ഇത്ര നേരം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിരുന്നു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, റീൽസിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യായിരുന്നു. അപ്പോൾ ഇനി ഇവനാണ് വണ്ടി ഓടിക്കുന്നത്. ഇവന് ബാക്കിലിരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങേറ്. നമ്മൾ പിന്നെ എവിടെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളെ മെയിനായിട്ട് ഇവിടെ നിർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഏരിയയാണിത്. ആ ഒരു വ്യൂ പോയിൻ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാ. എന്തൊക്കെ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. വണ്ട് എന്തൊക്കെ കരയുന്ന സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ AC ഇട്ട പോലെ ഒരു തണുപ്പ് വന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു ചൂടിൽ നിന്ന് ഒരു ആശ്വാസം. ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചികിത്സ പാഞ്ഞു വന്നേന്ന്. കാരണം ചൂട് നാട്ടിൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു രക്ഷയില്ല. മംഗലാപുരത്തൊക്കെ എമ്മാരി ചൂടെന്ന് അറിയാം. തീരപ്രദേശമല്ലേ, ഒട്ടുക്കത്തെ ചൂട്, വെയിലും ഒക്കെ പാടായിട്ട്. എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ നാട്ടിലത്തെ അതേ ചൂട് തന്നെ. ഇപ്പോൾ കുറച്ച് സമാധാനം, ഒരു ആശ്വാസം, ചൂടിനൊക്കെ ഒരു ആശ്വാസം. നല്ല സുഖമുണ്ട്. വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു ചെറിയ ഇളം തണുപ്പും ചെറിയ കാറ്റും പിന്നെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും വ്യൂ പോയിന്റുകളൊക്കെ കണ്ടോ. നല്ല രസമുള്ളൊരു യാത്ര. ചാർമാടി എന്താ ചാർമണ്ടിയാ എന്തിനാണ് ചാർമാടി ഘാട്ട്. ചാർമാടി ഘാട്ട് അപ്പുറത്ത് കണ്ടോ നല്ല വ്യൂ പോയിന്റുകളാകുമ്പോൾ അതിൻ്റെ മേലൊക്കെ കയറുന്ന കഴിഞ്ഞാണല്ലോ 360 ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ പെടക്ക. ഡ്രോണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഘാട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭംഗി. കന്നഡ വേണ്ട, പിന്നെ എന്താ വേണ്ട? കണ്ണ് മതി. കണ്ണ് മാത്രം മതി. അത് ശരി. അപ്പൊ കന്നഡയുടെ ആവശ്യമില്ല ഇനി അങ്ങോട്ട്. സാറ് പറയുന്ന പോലെ ഒരു വ്യൂ പോയിന്റ് നോക്കിയാ, അടിപൊളി വ്യൂ പോയിന്റ് കേട്ടോ. ഒരു വെറൈറ്റി വ്യൂ. നമ്മൾ ഒരുപാട് ഹിൽസുകൾ പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അതായത് നിർത്താൻ പറ്റിയ വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ വണ്ടികൾ നിർത്താനും അവിടെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് അങ്ങ് ദൂരെ ദൂരെ ആ ഒരു കോർണറിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വിഷ്വൽ നമുക്ക് കിട്ടിയപ്പോൾ നൈസായിട്ടൊന്ന് സൈഡാക്കിയതാ. ഇതിൻ്റെ മേലൊക്കെ വേനൽക്കാലത്തൊക്കെ അല്ലേ, അല്ല മഴക്കാലത്തൊക്കെ നല്ല രസമാവും അല്ലേ, വെള്ളമൊക്കെ ചാടിയിട്ട്. നമ്മൾ റീൽസുകളൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം സീസൺ എന്ന് പറയുന്നത് ജൂൺ മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. മഴക്കാലത്തെ വൈബൊന്നും നമുക്ക് ഈ വേനൽക്കാലത്ത് കിട്ടില്ല. പക്ഷേ വേനൽക്കാലത്ത് വന്നുകൊണ്ട് തന്നെ 2-3 ഷെയ്ഡായിട്ട് നമുക്ക് കാണുന്നുണ്ടോ. ഇതെല്ലാം ഒറ്റ ഷെയ്ഡാവും, പച്ച കളറ്. പക്ഷെ ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡുകളിലായിട്ടാണ് ഈ ഓരോ മലകൾ കാണുന്നത് കേട്ടോ. പുല്ല് ഉണങ്ങിയിട്ട് കത്തിയിട്ട് വേറെ സൈഡ്, പിന്നെ പച്ചപ്പുള്ളത് വേറെ സൈഡ്. അങ്ങനെ വണ്ടി എടുക്കും സൂണ, വണ്ടി എടുക്കും. കാശ്മീർ പോലെ അല്ലേ, ലേ ലഡാക്ക്. ആയി വാ.
അവിടെ വേറെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് സ്പോട്ടിൽ പോലീസ് ചെക്കിങ് ഉണ്ട്. നമ്മളൊരു നാക്കിൽ മെല്ലെ അങ്ങോട്ട് പോകുന്നു, നമ്മളെ തടുത്തൊന്നുമില്ല. എന്താ വ്യൂലേ, അടിപൊളി വ്യൂലേ ഇല്ലടാ, അടിപൊളി വ്യൂ. ബാക്കിൽ നോക്കിയാ അമ്പോ വേറെ ലെവൽ ഫീൽ കിട്ടോ. ആ ഇവിടെ വ്യൂ പോയിന്റ്, ഇവിടെ വ്യൂ ഉണ്ട് മോനെ. ഇജ്ജ് നോക്കി കണ്ടൊക്കെ സൈഡാക്കി കിട്ടോ, അല്ലെങ്കിൽ ബാഗും ടെൻ്റൊക്കെ ഇടത്തോടത്ത് പോവും. അടിപൊളി വ്യൂ പോയിന്റ്. അങ്ങോട്ട് നോക്കിയാ, എടാ വാടാ ഇത് നോക്കിയാ, എൻ്റെ മോനെ വന്ന് നോക്കി കാണണ്ടേ, താഴേക്കുണ്ടാ. ഓ ശരി, ആയിക്കോട്ടെ സാറേ. സാറിന്റെ നാടായതുകൊണ്ട് സാറ് വണ്ടിയിൽ നിന്നൊന്നും ഇറങ്ങണില്ല. ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാന്നൊക്കെ പറയണ കേട്ടോ. പക്ഷെ നമ്മളിതൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത്. എന്താ ഭംഗിലേ, അടിപൊളി. അപ്പൊ ഒരു നദി പോണ് കണ്ടോ, ഫോണൊക്കെ പോയി കണ്ടോ, ഒരു നദി പോണ് കണ്ടോ. അങ്ങോട്ട് നോക്കിയ കൈസ്, അവിടെ എന്തോ ഒരു ടെമ്പിള് അങ്ങനെ എന്തോ ഒരു സെറ്റപ്പ്, ഡാമിന്റെ റിസർവയറോ ടെമ്പിൾ സെറ്റപ്പൊക്കെ കാണുന്നത്. എന്തായാലും അടിപൊളി കാഴ്ചകൾ കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ്, നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ്. എന്തിനാ ഫോട്ടോ, നമ്മള് വീഡിയോ തന്നെ എടുക്കണില്ലേ, നീ തന്നെയല്ലേ സ്റ്റാറ്. വാ 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 വാ, അടുത്ത പരിപാടി നോക്കാം, അടുത്ത സ്പോട്ട് നോക്കാം. വാ വാ, നല്ല കാറ്റിട്ടോ. ഈ വെയിലത്ത് വന്നിട്ടേ കുറച്ച് തണുപ്പും നല്ല കാറ്റൊക്കെ കിട്ടിയപ്പോൾ, നല്ല കാഴ്ചകളൊക്കെ കിട്ടിയപ്പോൾ ഇവിടുന്ന് പോകാൻ തോന്നണില്ല. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അപ്പുറത്ത് പോലീസ് ചെക്കിങ് ഉണ്ട്. എപ്പോഴും അവരിങ്ങോട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല. അവിടെ ആണെങ്കിൽ വണ്ടികളൊക്കെ തടുക്കുന്നുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ട്. ഇത് പിന്നെ കർണാടക വണ്ടിയായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. കേരള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ തടുത്തിട്ട് വിടുള്ളൂ, അത് വേറെ കേസ് പോലെ. എന്നാ വണ്ടി എടുക്കുക, ഞാൻ എടുക്കണോ നീ എടുക്കുമോ? ഞാൻ എടുക്കണോ നീ എടുക്കുമോ? ഇന്ത്യ 20 കിലോമീറ്റർ ബാലൻസ് ഉണ്ടോ ഇനി? കഴിഞ്ഞോ? ഇപ്പം എത്രയായി? ഇന്ന് ശരി, ഇനിയിപ്പോൾ എന്താ 10-50 കിലോമീറ്റർ കൂടി ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ മുന്നോട്ട് പോകാം. ബ്ലോക്ക് ചെറിയൊരു ബ്ലോക്ക് കിട്ടി. നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. പാറകളെ കൊണ്ടുള്ളൊരു ഇടുക്ക്, ഒരു ടണൽ സെറ്റപ്പ്. അത് മിസ്സായി. ഇനി പോകുന്ന റൂട്ടുകൾ മൊത്തം അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഇടത്തെ സൈഡിലും വലിയ വലിയ പാറകളും മറ്റേ സൈഡിലും നല്ല വ്യൂ പോയിന്റും ഒക്കെ. ഇതുപോലെയുള്ള ഓരോ പാറകൾ കണ്ടാ എങ്ങനെയുണ്ട്. ഇതുപോലെ ഓരോ ടെമ്പിളുകൾ, ഓരോ ഈ സൈഡിൽ ഓരോ വ്യൂ പോയിന്റുകൾ, ചെറിയ റോഡ്, എന്നാൽ അത്യാവശ്യം വണ്ടികൾക്കൊക്കെ കടന്നു പോകാൻ പറ്റുന്ന നല്ല റോഡാണ് കേട്ടോ. അതാണ് എടുത്തു പറയാനുണ്ട്. കർണാടകയുടെ റോഡ് അടിപൊളി റോഡ്, നല്ല റോഡ്, കുഴപ്പമില്ല, വലിയ സീന്, കുറ്റങ്ങൾ പറയാനില്ല. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബസ് നിർദ്ദാന അല്ലേ? വിദുരുതല ബസ് നിർദ്ദാന. ആനക്ക് ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലെ ഒരു ബസ് സ്റ്റോപ്പ് നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മളൊരു പുൽക്കൂട് പോലത്തെ ഒരു സെറ്റപ്പ്. ഇവിടുന്ന് ഇങ്ങനെ പുല്ലുകളൊക്കെ ഇങ്ങനെ മുളച്ചിട്ട് വന്നിട്ടേ ഒരു വേറെ ലെവൽ സെറ്റപ്പ്. നല്ല തണുപ്പ്, നല്ല സുഖം. വേണമെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ പോവാം അല്ലേ, അങ്ങനത്തെ. പക്ഷെ വലിയ വൃത്തിയൊന്നുമില്ല. വലിയ പേപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിരിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖം. ടെൻ്റ് അടിച്ചാലോ അവിടെ? ഇന്ന് ഇവിടെ കൂടാടാ, ഫോറസ്റ്റ് ഏരിയ നോക്കുവോ? നാളെ എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകും. അപ്പോൾ നല്ലൊരു ഏരിയ കേട്ടോ. നമ്മളൊക്കെ നാട്ടിൽ ലവ് ഹാർട്ട് വരക്കല്ലേ ചെയ്യാ, ഇവൻ കൊത്തിയെടുത്ത് കേട്ടോ. ഇവര് വേറെ ലെവലാ, ഇവരെ മൈൻഡേ വേറെ ലെവലാ. അതന്നെ, അവന്റെ ഹാർട്ട് ഓട്ടയാണ്, 2 ഹാർട്ട് ഓട്ടയാണെന്നാ കാണിക്കണേ. 2 ഹോള് ഒരു ഹാർട്ടില്. ഈ അമ്മാതിരി സെറ്റപ്പുകളില്ലേ ഓരോരോ കലാകാരന്മാരുടെ. എന്തൊക്കെ തിങ് ആൻഡ് എന്താ എവരിത്തിങ്ങോ, തിങ് ആൻഡ് എവരിത്തിങ് ഐ ഡോണ്ട് നോ. അപ്പോൾ ഇവിടെ നിന്ന് വിട വാങ്ങാം. ഇതാ ഒരാളെ കണ്ട്. വീടുണ്ടാ? സംസാരിക്കടാ, ഇടപെടി ആളെടുത്ത് സംസാരിക്കേ. ജാങ്കോ ഇടപെടി. പിന്നെന്തിനാ എന്നെ കൊണ്ടുവന്ന് ഇടപെടി കേറി മുട്ട്. തമിഴ്നാടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കയറി മുട്ടിയെന്ന്. സംസാരിക്കേ. അവിടെ എന്താ ആന വരണ്ട് തോന്നണോ? അവർ
ടൂർ വന്നിക്കടാ. വീടല്ല, ടൂർ വന്നിട്ട് വണ്ടി അതുണ്ടാ റിസോർട്ടിന്റെ റോഡാട്ടോ, ഓഫ് റോഡ്. റിസോർട്ടിന്റെ ഓഫ് റോഡ്. വണ്ടി എടുത്തോ, പോവാ പോവാ. തേങ്ങോ പിന്നെ അവിടെ വണ്ടിയുടെ 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 ചിക്കമംഗ്ലൂർ എത്ര കിലോമീറ്റർ ഉണ്ടല്ലേ? 55 അവിടുത്തെ ബാബ പോട്ടെ എങ്കിലല്ലേ ജംഗ്ഷനാ സിറ്റി നിങ്ങളെ ആവാ പുറണിക്കരാ പിന്നെ ഇവിടെ അത്തിപ്പഴത്തിന്നീളം നീർത്തുറത്തും. അത്തിപ്പഴം കാണണം നിങ്ങൾക്ക്? അത്തിപ്പഴത്തിന്റെ മരങ്ങൾ കണ്ടമാനം വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ പഴങ്ങള്. കിലോന് 1000-1500. അത് ഉണങ്ങി അത്തിപ്പഴല്ലേ, നല്ല റേറ്റ് അല്ലേ? നല്ല റേറ്റ് ഉള്ള സാധനം കേട്ടോ. ഫിഗിന്റെ മരങ്ങളാണ് കാണുന്നുണ്ടോ? കൊല അങ്ങോട്ട് നോക്കിയാ അത് മൊത്തം അത്തിപ്പഴാ. ഇവിടെ എവിടെയല്ലേ മറ്റേ അനാറിന്റെ തോട്ടങ്ങളുള്ളത്? ആ, ചിത്രദുർഗ ഭാഗത്ത് അത്തിപ്പഴം. ഇതൊന്ന് കിട്ടുമോടാ? അത്തിപ്പഴം കിട്ടുമോ നോക്കട്ടെ. താഴേക്ക് വീണിട്ടുണ്ടാവോ? ഈ ഉണങ്ങി വീണത് തിന്നാൻ പറ്റൂ? ഇതോ ഫിഗ് ഇതൊക്കെ പോയതാ. ഫ്രഷ് വേണമെങ്കിൽ ഉണ്ടല്ലോ, അങ്ങോട്ട് നോക്കിയാ മാനട്ടോ കണ്ടോ? അതൊക്കെ അത്തിപ്പഴാണേ. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ വന്ന് തൂക്കും ഫോറസ്റ്റുകാർ. ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാ. എല്ലാം കാണിച്ച് പോകണ്ടേ? ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, അല്ലാണ്ട് വെറുതെ പോകാൻ വേണ്ടിയിട്ട് വന്നതല്ലോ. ഓ അടിപൊളി. ചിക്കമംഗ്ലൂർ എത്തിയില്ലേ അല്ലേ? അവിടെ ഒരു ബോർഡ് മുടിക്കരെ കൊറനാട് മുടിക്കര 17 കിലോമീറ്റർ ഉള്ളു. മുടിക്കര അടിപൊളി സ്ഥലാ. മുടിക്കര ഇവിടെ അപ്പൊ ഇന്നോ? ഇന്ന് എന്താ പരിപാടി? ഇന്ന് പരിപാടി ഉണ്ടല്ലോ. ഒരു വില്ലേജ് പിടിച്ചാലോ? ഇന്ന് ഒരു വില്ലേജ് പിടിച്ചാലോന്ന്. സമയം 4 മണിയിലുള്ളൂ. അപ്പോ നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ചിക്ക്മാംഗ്ലൂർ ടൗണിലേക്ക് ഇവിടെ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ടൗൺ ഏതാ ഇവന് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ അവിടെ നിന്നാണ് ഈ ബോർഡ് നോക്കിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ചിക്ക്മാംഗ്ലൂർ ടൗണിലേക്ക് 40 കിലോമീറ്റർ ഇനി പോകാനുണ്ട്. പോകുന്ന വഴിക്കാണ് മുടിക്കര അല്ലേ? മുടിക്കര ഹിൽസ് ഒക്കെ പോകുന്ന വഴിക്കാണ്. ഇവിടുന്ന് 18 കിലോമീറ്റർ മുടിക്കര, പിന്നെ ചിക്ക്മാംഗ്ലൂർ 40 കിലോമീറ്റർ. അതിൻ്റെ ഇടയിൽ വേറൊരു സ്ഥലം പറഞ്ഞില്ലേ ചേച്ചി? എന്തോ ഒരു ഹിൽസ് ഇല്ലേ വേറെ? കഴിഞ്ഞു പോകണോ? അപ്പോൾ 40 കിലോമീറ്റർ ഓടാ അല്ലേ? സിറ്റിയിൽ നോക്കാം. ബാബാഗുഡൻ ഹിൽസ് 4 മണിയായിട്ടുള്ളൂ. എന്നപ്പടക്ക് അത് മഴക്കുള്ള ചാൻസ് വരുന്നുണ്ട്. നല്ല ഇടിയൊക്കെ മിന്നുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു മഴ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് തന്നെ ആവും കേട്ടോ. ഇവിടുത്തെ പ്രകൃതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഇപ്പോഴും പച്ചപ്പ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒന്നും ഉണങ്ങി നിൽക്കില്ല. ഇവിടെ അങ്ങനെ ഒന്നല്ല. വരുന്ന വഴിക്കൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഈ നാട്ടിലെന്തോ എല്ലാം ഇപ്പോഴും പച്ചപ്പായിട്ടാണ് നിൽക്കുന്നത്. ചൂട് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, എന്നാൽ തണുപ്പുമില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റ്. അങ്ങോട്ട് നോക്കിയാ ഗൈസ്, ഫുള്ള് കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ. കാപ്പിത്തോട്ടമുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഓറഞ്ചിൻ്റെ മരമാണ് കാണുന്നത്. പിന്നെ മാങ്ങയുടെ മരമുണ്ട്, പിന്നെ കവുങ്ങുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കൃഷികൾ ഈ സൈഡ് കണ്ടോ. നല്ലൊരു അടിപൊളി കാഴ്ചകൾ. അതായത് ആ ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ കന്നുകാലികളൊക്കെ ഇങ്ങനെ മേയാൻ ഇങ്ങനെ പാടത്തുള്ളൊരു ഫ്രെയിം നോക്കിയാ നൈസായില്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ലൊരു അടിപൊളി ഗ്രാമം. ചിക്ക്മാംഗ്ലൂർ കർണാടകയിൽ വേറൊരു മൂടന്നെ കേട്ടോ. മഴ പെയ്ത് അങ്ങോട്ട് ആ കൺസ്ട്രക്ഷൻ നടക്കണുണ്ടോ? പിടി നല്ല ഫോഴ്സിലാ പെയ്യണ്. അടിച്ചു കുത്തി പെയ്യൂട്ടോ. ആൾക്കാരുണ്ടോ? 2 ആൾക്കാരുണ്ട്. പിടി തിരി മോനെ തിരി. മഴ നല്ല ഫോഴ്സിലാ പെയ്യുന്നത്. അങ്ങോട്ട് നോക്കിയാൽ 4 തുള്ളിയേ വീണിട്ടുള്ളൂ. ആ 4 തുള്ളിയാണ് ഇങ്ങനെ സ്പ്രെഡ് ആവണത്. മറ്റേ എറിയണ ചരല് വരെ എറിയില്ല, അങ്ങനത്തെ മഴയാണ്. അതാ ബസ് സ്റ്റോപ്പ്. പിന്നെ മഴ നനയാൻ പറ്റില്ലല്ലോ. സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കവറുണ്ടെങ്കിൽ കവറിട്.
അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ നമ്മൾ കയറി ചെയ്യുന്നു കേട്ടോ. ഇപ്പം മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ചാറുന്നുണ്ടാ. ബാഗ് തന്നെയല്ലേ, കവറുണ്ടോ? കവറിടാ, ബാഗ് കവറിട്. നമ്മൾ നനഞ്ഞാലും കുഴപ്പമില്ല, ഹെൽമെറ്റ് നനഞ്ഞാൽ ബാക്കിൽ. ആ കുഴപ്പമില്ല, ആ ബാഗ് ഇതിലിട്. ഒരു ബാഗ് അതിലിട്. 2 ബാഗ് കയറുമോ? അല്ല, കയറി കഴിഞ്ഞാൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അപ്പം നമ്മളെന്തായാലും ഇവിടുന്ന് ചലിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ കുറേ പണിക്കാരൊക്കെ ഉണ്ട്, ഇവർ അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. ഇവിടെ എന്തോ സിമെൻറ്റ് ലോഡൊക്കെ അപ്പുറത്ത് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ചലിക്കാൻ പോവാണ് കേട്ടോ. അരമണിക്കൂറോളം നമ്മൾ പോസ്റ്റായി ഈ ഒരു മഴ കാരണം. എന്തൊക്കെ കാര്യങ്ങൾ കാണാണ്ടെന്നറിയോ, എന്തൊക്കെ പരിപാടികൾ ഇനി നടക്കാൻ പോകണു. എന്താ തോർത്തൊക്കെ എന്തിനാ? ആ കുളിച്ച തോർത്ത് ഇപ്പം എന്തിനു കുളിക്കാൻ പോവാണോ? ഇപ്പം ഇങ്ങനെ ഇടക്കിടക്ക് തഗ്ഗുകളൊക്കെ അടിക്കട്ടോ. തഗ്ഗിൻ്റെ മാസ്റ്ററാണ് ഞാൻ.